ലതീഷ കേൾക്കുന്നുണ്ടോ? വിട്, ഞാൻ സംസാരിക്കാം. ലതീഷ കേൾക്കുന്നുണ്ടോ? ലതീഷ ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ട്. ലതീഷ എവിടെയുണ്ട് ഇപ്പോ? എവിടെയാ കട? ലതീഷിന്റെ കട എവിടെയാ? എവിടെ? INTUC ജംഗ്ഷനിലാണ് ലതീഷിന്റെ കട. എല്ലാവരും കൂടി ലതീഷിന്റെ കടയിലേക്ക് പോകേണ്ടതാണ്. ലതീഷ സമ്മാനം അടിച്ചിട്ടുണ്ട്. ആർക്കായി ടിക്കറ്റ് വിട്ടെന്ന് വല്ലതും അറിയോ? ആർക്കാ വിറ്റെന്ന് കൃത്യമായിട്ട് അറിയില്ല. ലതീഷ് ഇപ്പോ കടയിലുണ്ടോ? കടയിലുണ്ട്. ലതീഷിന്റെ കടയിലുണ്ട്. INTUC ജംഗ്ഷനിലല്ലേ കട? മുൻപ് 1 കോടി രൂപ അടിച്ചിരുന്നു. ഭഗവതിയിൽ നിന്ന് തന്നെ 1 കോടി രൂപ അടിച്ചിരുന്നു അല്ലേ? ഇപ്പൊ 25 കോടി രൂപ അടിച്ചിട്ടുണ്ട്. എത്ര ടിക്കറ്റ് എടുത്തിരുന്നു ലതീഷ് അന്ന്? 800 ടിക്കറ്റ് എടുത്തല്ലേ? അത് വിറ്റത് ആർക്കാണെന്ന് അറിയോ? ഒരു കൃത്യത ഇല്ലല്ലേ? വിറ്റത് ആർക്കാണെന്നൊരു കൃത്യത ഇല്ല. ഓക്കെ ലതീഷേ, ഓക്കെ. ലതീഷ് പറയുന്നത് പോലെ തന്നെ വിറ്റത് ആർക്കാണെന്ന് ലതീഷ് ഉറപ്പില്ല. ലതീഷിന്റെ കട INTUC ജംഗ്ഷനിലാണ്. ലതീഷ് ഇപ്പോൾ കടയിലുണ്ട്. ഇത് സൈഫുനിസ ഇത് കൃത്യമായി മനസ്സിലാക്കി കടയിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഹിൻ, എന്തായാലും നെട്ടൂരാണ് നമ്മുടെ ഓഫീസിന് ഓപ്പോസിറ്റുള്ള INTUC ജംഗ്ഷനിലാണ് ഈ കടയിരിക്കുന്നത്. അവിടെയാണ് ആ ഭാഗ്യശാലി ഉള്ളതെന്ന വിവരം, അവിടെ നിന്നാണ് ആ ഭാഗ്യശാലിക്ക് ആ ടിക്കറ്റ് നൽകിയതെന്ന വിവരവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഏറ്റവും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ പ്രതിനിധികൾ എത്തും. പ്രേക്ഷകർ നമുക്കൊപ്പം തുടരുക. ഓണം ബമ്പർ നറുക്കെടുപ്പ്, അതിൽ 1ാം സമ്മാനം നേടിയ ആ വിജയിയുടെ നമ്പർ എന്തെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അത് എറണാകുളത്ത് നിന്നാണ് വിറ്റിട്ടുള്ളത്. നെട്ടൂരിൽ INTUC ജംഗ്ഷനിലുള്ള കടയിൽ നിന്നാണ് അത് വിറ്റിട്ടുള്ളത്. ആരായിരിക്കും ആ ഭാഗ്യശാലി എന്നതിൽ ഇപ്പോഴും ചോദ്യം നിലനിൽക്കുകയാണ്. എന്തായാലും റെക്കോർഡ് വിൽപ്പനയായിരുന്നു ലോട്ടറി ഇപ്രാവശ്യം നടന്നിട്ടുണ്ടായിരുന്നത്. സഹിനിലേക്ക് തന്നെ പോവുകയാണ്. സഹിൻ, നമ്മുടെ ഓഫീസിന് ഓപ്പോസിറ്റ് ആണ് ഈ കടയിരിക്കുന്നത്. എത്രയും വേഗം തന്നെ നമ്മുടെ പ്രതിനിധികൾക്ക് അങ്ങോട്ട് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും ആസിഫ് അടക്കമുള്ള ആളുകൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം സൈഫുനിസ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡെസ്കിൽ നിന്ന് ആസിഫ് അടക്കമുള്ള ആരെങ്കിലും ഇപ്പോൾ ലതീഷിൻ്റെ അടുത്തേക്ക് എത്തുകയും ലതീഷുമായി അവിടെ നിന്നുള്ള ലതീഷിൻ്റെ പ്രതികരണം എടുക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഭഗവതി ലോട്ടറിയുടെ വൈറ്റില ഏജൻസിയിൽ നിന്നുള്ള പ്രതികരണം എടുക്കാൻ കഴിഞ്ഞിരുന്നു. ആരായിരുന്നു ടിക്കറ്റ് വിറ്റത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുകയും ചെയ്തു. ഇപ്പോൾ ആസിഫ് അടക്കമുള്ള ആളുകളിൽ ആരെങ്കിലും ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുകയും ഈ ലോട്ടറി വിൽപ്പന നടത്തിയത് ആർക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. എന്തായാലും ഈ ലതീഷ് അല്പനേരത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. സഹിൻ, അവിടുത്തെ തിരക്കെങ്ങനെയുണ്ട്? അവിടെ ഇപ്പോൾ ആഘോഷമൊക്കെ തുടങ്ങി, ലഡു ഒക്കെ വിതരണം ചെയ്തു എന്ന് കാണുന്നുണ്ട്. അവിടുത്തെ ആഘോഷ പരിപാടികളൊക്കെ തുടങ്ങിയോ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഇവിടെ ലഡുവൊക്കെ വഴിയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വൈറ്റില ജംഗ്ഷനിൽ പല ആളുകൾക്കായി ലഡു വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തന്നെയാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ഏജൻസിയിൽ തന്നെയാണ് പുതിയ ലോട്ടറിയും വിറ്റിരിക്കുന്നത്. ഇനി നെട്ടൂർ ഭാഗത്തുള്ള ലതീഷിലേക്ക് ആസിഫോ സൈഫുനിസയോ ആരെങ്കിലും അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ലതീഷിൻ്റെ പ്രതികരണവും എത്രയും പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. പ്രേക്ഷകരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഭാഗ്യശാലി ആരാണ്, നെട്ടൂരിലെ INTUC ജംഗ്ഷനിലുള്ള ആ ഷോപ്പിലേക്ക് ഉടൻ തന്നെ എത്തും നമ്മുടെ പ്രതിനിധികൾ. അവിടെ വെച്ച് മനസ്സിലാക്കാൻ കഴിയും ആരായിരിക്കും ആ ഭാഗ്യശാലി എന്നത്. എന്തായാലും 1ാം സമ്മാനത്തിന്റെ ടിക്കറ്റ് അത് ഏതാണെന്ന് എന്നത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ധനമന്ത്രി KN ബാലഗോപാലാണ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്.